ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. പഞ്ഞി പോലുള്ള ഈ ഒരു അപ്പം കുട്ടികളെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര നല്ല മധുരം ഉണ്ടാവും. ഇത്ര മധുരം വേണ്ടെന്നാണെങ്കിൽ ഇതിൽ കുറച്ച് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്സ്, അതിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടുള്ള ജീരകമാണെങ്കിൽ 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ജീരകം കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ അധികം അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റവയിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന റവയിലൊക്കെ വ്യത്യാസം വരാം. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വറുത്ത റവയാണെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവിൽ വ്യത്യാസമൊക്കെ വരാം. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുറച്ചായി ചേർത്തിട്ടാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് അധികം ലൂസായിട്ടുള്ള ബാറ്ററല്ല വേണ്ടത്, അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മതി, ഇത്ര തേങ്ങാപ്പാൽ ചേർത്താൽ മതി. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇത്ര തേങ്ങാപ്പാൽ ബാക്കി വന്നിട്ടുണ്ട്, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ബാക്കി വന്നിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി ഇതിവിടെ 3-4 മണിക്കൂർ നേരത്തേക്കൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. നല്ല ചൂടൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ മതിയാവും. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ 3 മണിക്കൂറായിട്ടുണ്ട്. കണ്ടല്ലോ, ഇതങ്ങനെ അധികം പൊന്തി വരുമൊന്നുമില്ല, എന്നാലും ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കണം, അത്രയേ ഉള്ളൂ. അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റീൽ ബൗളൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നെയ്യ് തടവിയ സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ, നമുക്കിങ്ങനെ പ്ലെയിനായിട്ട് വേണമെങ്കിൽ പ്ലെയിനായിട്ട് ആവി കയറ്റി എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്, പിന്നെ കടിക്കാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് നട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മുന്തിരിങ്ങയും നെയ്യിൽ വറുത്ത കാഷ്യൂ നട്ട്സുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അതിനുശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ നല്ലതുപോലെ തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. നെയ്യൊക്കെ പുരട്ടി കൊടുത്തത് കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്. നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ബാറ്റർ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ചായയുടെ സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നട്ട്സൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നട്ട്സ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നട്ട്സ് നിർബന്ധമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള സ്നാക്കാണിത്. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. ഏത് നേരവും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.